الحمد لله الذي جعل الجنة دارا لأوليائه ومقاما لأصفيائه، وأشهد أن لا إله إلا الله وحده لا شريك له، أسبغ على أهل الجنة نعيمه ورحمته، وأحل عليهم عفوه ورضوانه، وأشهد أن نبينا محمدًا عبده ورسوله، السراج المنير والهادي البشير، صلوات ربي وسلامه عليه وعلى آله الطاهرين وصحابته الطيبين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന നല്ല ആളുകളായി ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു അവർ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും മരണശേഷം അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടാനുള്ളവരാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2-3 ഖുതുബകളിൽ നമ്മൾ സംസാരിച്ചത്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പാടിലും ബേജാറിലും നിൽക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കർമ്മത്തിൻ്റെ ഫലമായി നമുക്കൊരു പിൻബലമോ സഹായമോ നൽകാൻ ഒരാൾ നമ്മുടെ കൂടെ വന്നാൽ അത് വളരെ വലിയ ഒരു സമാധാനമാണ്, ആശ്വാസമാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ആ സന്ദർഭത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ വിശദമായി ആ ഭാഗത്തേക്ക് പോവുകയല്ല. ഭയപ്പാടിലായിരിക്കും, ബേജാറിലായിരിക്കും, സൂര്യൻ അടുത്തിരിക്കും, വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരിക്കും, നരകം കണ്ട് പേടിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, നരകത്തിൻ്റെ ഗർജനവും അട്ടഹാസവും കേൾക്കുന്നവരായിരിക്കും. ഇങ്ങനെ എല്ലാം ഭയത്താലും ദുഃഖത്താലും എന്ത് ചെയ്യണമെന്നറിയാതെ ഹൃദയം ശൂന്യമാകുന്ന അവസ്ഥ എന്ന് ഖുർആൻ പറഞ്ഞു. അഫ്ഇദതുഹും ഹവാ, ഒന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല, കാരണം ഒരു ഭാഗത്ത് ശാശ്വതമായ നരകമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രയാസപ്പെടുന്ന മാനസികമായി മനുഷ്യനാകെ ഇടുങ്ങിപ്പോകുന്ന ആ സന്ദർഭത്തിൽ എല്ലാവരും ദുഃഖിക്കുമ്പോൾ ദുഃഖമില്ലാത്ത ചില ആളുകൾ, എല്ലാവരും ഭയപ്പെടുമ്പോൾ ഭയമില്ലാത്ത ചില ആളുകൾ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ട് എന്ന ആ ഒരു വിഭാഗം ആളുകൾ ആരാണ് നമ്മൾ അറിയണം. അവർ എന്ത് ചെയ്തു അത് നമ്മൾ അറിയണം. നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ വേണ്ടിയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് കുടുംബത്തെ നോക്കിയിട്ടോ അവൻ്റെ സാമ്പത്തിക ശേഷി നോക്കിയിട്ടോ ഈ ലോകത്ത് നമ്മൾ കാണുന്ന ചില വേർതിരിവുകളുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല.
അത് ഈമാനിന്റെ ഭാഗമാണ്. ആ ഈമാൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതത്തിന്റെയും ഭാഗമാണ്. അങ്ങനെ ഈ ലോകത്ത് യഥാർത്ഥമായ ഈമാനും കർമ്മങ്ങളും സ്വീകരിച്ച ആളുകളാണെങ്കിൽ അവർ സമാധാനത്തിന്റെ അവസ്ഥയിലാണ്. സൂറത്തുൽ അംബിയായിലെ 101, 102, 103 ആയത്തുകൾ അല്ലാഹു തആല കാര്യം നമ്മോട് തുറന്ന് പറയുകയാണ്. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ, ആരാണോ കർമ്മങ്ങൾ കൊണ്ട് മുന്നേറിയത് അവർക്ക് നമ്മിൽ നിന്നും നന്മയുണ്ട്. ഉലൈക അൻഹാ മുബ്അദൂൻ, നരകത്തിന്റെ ഗർജനങ്ങളും മട്ടഹാസങ്ങളും ശബ്ദങ്ങളും അവിടെയുള്ള പേടിപ്പെടുത്തുന്ന രംഗങ്ങളും അതിൽ നിന്നെല്ലാം ഈ ആളുകൾ വളരെ അകലെയായിരിക്കും. അപ്പൊ ചില ആളുകൾ ഈ ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഭീകരാവസ്ഥ കൊണ്ടോ അവർക്ക് പേടിക്കേണ്ടതില്ല. ലാ യസ്മഊന ഹസീസഹാ, ആ നരകത്തിന്റെ ശബ്ദമോ ഒന്നും അവർക്ക് കേൾക്കുകയില്ല. വഹും ഫീമാ ഇശ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, അവർ എന്തൊന്നാണോ ആഗ്രഹിച്ചത് അത് കിട്ടുന്ന ഒരു ലോകത്തേക്ക്, ശാശ്വതമായ ലോകത്തേക്കുള്ളവരാണ് അവർ. ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബർ, അന്നത്തെ ആ വലിയ കൊടും ഭീകരമായ ശബ്ദം, ആ പേടിപ്പെടുത്തുന്ന രംഗം, അതൊന്നും അവരെ ദുഃഖിപ്പിക്കുകയില്ല. വതതലഖാഹുൽ മലായിക, മലക്കുകൾ അവരെ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കും. ഹാദാ യൗമുകുമുല്ലദീ കുൻതും തുഅദൂൻ, ഇത് അല്ലാഹ് വാഗ്ദാനം ചെയ്ത, നിങ്ങളോട് വാഗ്ദാനം ചെയ്ത ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് ഖബറിന്ന് എണീറ്റ് വരുമ്പോ തന്നെ മലക്കുകൾ അവരെ സ്വീകരിക്കുന്ന സഹോദരന്മാരെ, അതല്ലേ സമാധാനം? എല്ലാവരും പേടിച്ച് ബേജാറിലാണ്, വെപ്രാളത്തിലാണ്. ആ സന്ദർഭത്തിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷ വാർത്ത, ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷങ്ങൾ ഒന്ന് അതാണ്. അത്തരം ആളുകളെ സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല വിളിച്ചു പറയും. സൂറത്ത് സുഹ്റുഫിന്റെ 68, 69, 70 വചനങ്ങൾ. യാ ഇബാദി, എന്റെ അടിമകളെ. ആ വിളിയിലൊരു സ്നേഹമുണ്ട്. കാരണം അള്ളാന്റെ കൽപ്പനകൾ പാലിച്ച് ലോകത്ത് ജീവിച്ച ആളുകൾ അവരല്ല വിളിക്കുകയാണ്. അപ്പൊ അവിടെ കൂടിയവരൊക്കെ അള്ളാന്റെ അടിമകൾ തന്നെയാ. പക്ഷെ ഇവരല്ല പ്രത്യേകം വിളിക്കുന്നു. യാ ഇബാദി, എന്റെ അടിമകളെ. ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ, ഇന്ന് നിങ്ങൾക്ക് പേടിക്കാനില്ല. വലാ അൻതും തഹ്സനൂൻ, ഇന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. ഇതാരാ പറയുന്നത്? റഹ്മാനായ റബ്ബ് പറയാണ്. ആ അന്ത്യദിനത്തിന്റെ ഉടമസ്ഥനായ മാലിക് യൗമിദ്ദീനായ അല്ലാഹ് പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, ദുഃഖിക്കും വേണ്ട. ഇനി എന്താ പേടിക്കാനുള്ളത്? അതിനേക്കാൾ വലിയ സമാധാനം ആരെന്താ? ഇനി അവരാരാണ്? അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുകയും മുസ്ലിമായി ജീവിക്കുകയും ചെയ്തവരായിരുന്നു അവർ. ഇത് വെറുതെ കിട്ടിയതല്ല. അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചവൻ, മുസ്ലിമായി ജീവിച്ചവൻ. മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ അബൂബക്കർ എന്ന് പേരിട്ടു എന്നല്ല. വാനമിനൽ മുസ്ലിമിൻ എന്ന് പറയുമ്പോൾ എൻ്റെ സംസാരം മുസ്ലിമായിരിക്കണം, എൻ്റെ നോട്ടം മുസ്ലിമായിരിക്കണം, എൻ്റെ സമ്പാദ്യം മുസ്ലിമായിരിക്കണം, എൻ്റെ രാവും പകലും മുസ്ലിമായിരിക്കണം. അങ്ങനെ റബ്ബിന് കീഴ്പ്പെട്ട് ജീവിച്ചവൻ, അവനാണ് മുസ്ലിം. അതൊരു കാര്യം പറഞ്ഞാൽ ഞാനത് കേട്ടിരിക്കുന്നു, സമിഅനാ വഅതഅനാ, അതാണ് മുസ്ലിം. വകാനൂ മുസ്ലിമീൻ, അങ്ങനെ മുസ്ലിങ്ങളായി ജീവിച്ചവർക്ക് അല്ലാഹു നാളെ പരലോകത്ത് പറയാം, പേടിക്കണ്ട. ഇതിലൊരു കാര്യം കൂടി അല്ലാഹ് പറയുന്നുണ്ട്, ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. അൻതും അസ്വാജുകും തുഹബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും ഇണകളും ആഹ്ലാദത്തോടുകൂടി സന്തോഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഇത് ആശയമാണ് ഞാൻ ആദ്യം നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. സൂറത്ത് യൂനുസിന്റെ 62, 63, 64 ആയത്തുകൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ, അല്ലാഹുവിന്റെ മിത്രങ്ങൾ, അവർക്ക് അന്ന് പേടിയും വേണ്ട, ദുഃഖവും വേണ്ട. അവരാരാ? അല്ലദീന ആമനൂ വകാനൂ യബ്തഖൂൻ, ഈമാനുള്ളവർ, തഖ്വയുള്ളവർ. തഖ്വയോടുകൂടി ജീവിച്ചവനാണ് ഔലിയ, നമസ്കരിച്ചവനാണ് ഔലിയ, നോമ്പെടുത്തവനാണ് ഔലിയാക്കള്. അപ്പൊ നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് തഖ്വയോടുകൂടി ഹറാമുകളൊക്കെ മാറ്റിവെച്ച് ജീവിച്ചവർ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, അവർക്ക് ഇഹലോകത്തും സന്തോഷ വാർത്തയാണ്, പരലോകത്തും സന്തോഷ വാർത്തയാണ്. ലാ തബ്ദീല ലികലിമാത്തില്ലാ, അല്ലാഹു വാക്കുകൾക്ക് മാറ്റം, അല്ലാഹുവിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അല്ലാഹ് പറഞ്ഞ കാര്യം സത്യമാണെന്ന് അർത്ഥം. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാകുന്നു ഏറ്റവും വലിയ വിജയം. അപ്പൊ സഹോദരന്മാരെ, ചില ആളുകൾക്ക് അല്ലാഹ് സമാധാനവും സന്തോഷവും കൊടുക്കുന്നു പറഞ്ഞല്ലോ. മൊത്തത്തിൽ അല്ലാഹ് പറഞ്ഞു അവർ മുസ്ലിങ്ങളായിരുന്നു, മുഅ്മിനുകളായിരുന്നു, മുത്തഖികളായിരുന്നു. അങ്ങനെ അല്ലാഹു തആല വിശദീകരിച്ചു. എന്നാൽ നമ്മൾ പ്രമാണങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ
പരലോകത്ത് എല്ലാവരും പ്രയാസപ്പെടുമ്പോൾ നമുക്കൊരു സുഖം കിട്ടാൻ ചില കർമ്മങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ സമാധാനം ഇവർക്ക് കിട്ടിയത് വെറുതെ കിട്ടിയതല്ല, അല്ലാഹു തആല അവർക്ക് കൊടുത്തതാണ്. ഈ ലോകത്ത് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹിനെ കുറിച്ചുള്ള ഭയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആരാധനകളിൽ മുഴുകുന്നവരായിരുന്നു. അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകുമ്പോഴാണ് കൃത്യമായി ജമാഅത്തിന് എനിക്ക് പോകണമെന്ന ബോധം ഉണ്ടാകുക. അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ഖുർആൻ ഓതണം എന്ന ബോധമുണ്ടാകുക. അപ്പൊ എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം എന്താണ്? അള്ളാഹിനെ കുറിച്ചുള്ള പേടിയാണ്. അവരുടെ ഖൽബ് അങ്ങനെയായിരുന്നു. അള്ളാഹുവിന്റെ മുമ്പിലുള്ള നൃത്തത്തെക്കുറിച്ച് ഓർത്തും ആലോചിച്ചും ജീവിക്കുന്നവരായിരുന്നു. സൂറത്ത് ഇൻസാനിന്റെ 10-11 ആയത്തുകൾ ചില ആളുകൾ പറയുന്നുണ്ട്, ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. മുഖം ചുളിച്ചു പോകുന്ന ദുസ്സഹമായ അതികഠിനമായ ആ ദിവസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിച്ചത്. അതിന്റെ ഫലം എന്താ ഉണ്ടായത്? അതുകൊണ്ട് ആ ദിവസത്തിലെ എല്ലാ ഷെറിനും അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുകയാണ്. അതാണ് സമാധാനം കൊടുക്കുന്നു പറഞ്ഞത്. അത് കുറെ ഷെറുകളുണ്ട്. ഇന്ന് എല്ലാ വെള്ളിയാഴ്ച നമ്മൾ സുബഹിക്ക് കേൾക്കുന്ന സൂറത്താ. അല്ലാഹു തആല അന്നത്തെ ഷെറിൽ നിന്ന് ഇവരെ രക്ഷിക്കും. ആ ആളുകളെ പ്രസന്നതയോടുകൂടി സന്തോഷത്തോടുകൂടി കാണാൻ സാധിക്കും. അവർക്ക് പ്രസന്നതയുള്ള കാര്യങ്ങൾ അവർക്കും കാണാൻ സാധിക്കും. ഇതിന്റെ കാരണം ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. മുഖം ചുളിച്ചു പോകുന്ന ദുസ്സഹമായ സഹിക്കാൻ കഴിയാത്ത ദിവസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഭയപ്പെട്ടു. അപ്പൊ അള്ളാഹിനെ കുറിച്ചുള്ള പേടിച്ചുള്ള ജീവിതം, അതാണ് പരലോകത്ത് സന്തോഷം കിട്ടണമെങ്കിൽ വേണ്ടത്. അല്ല ഇവിടെ അങ്ങനെ ഒരു ജീവിതം ഇല്ലെങ്കിലോ, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയില്ല, അള്ളാഹിന്റെ നിയമങ്ങളും ബാധകമല്ല, അള്ളാഹിന്റെ കൽപ്പനകളും ബാധകമല്ല, എനിക്ക് ഞാൻ തോന്നിയതുപോലെ ആണ് എങ്കിൽ, ഒരു പേടിയുമില്ലാത്ത വർത്തമാനം, ഒരു പേടിയുമില്ലാത്ത സമ്പാദനം, ഒരു പേടിയുമില്ലാത്ത ഇടപെടൽ, ഒരു പേടിയുമില്ലാത്ത ജീവിതം ആണ് എങ്കിൽ അല്ലാഹു തആല പറയാണ് ഖുദ്സിയായ ഹദീസിലൂടെ, വഇസ്സതി, എന്റെ പ്രതാപം തന്നെയാണ് സത്യം. അല്ലാഹു തആല പറയാണ് എന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം. ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈനി വഅംനൈൻ. ശരിക്ക് ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. എന്റെ അടിമക്ക് 2 പേടിയും 2 സമാധാനവും ഞാൻ ഒന്നിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയും പേടിക്കുക, പരലോകത്തും പേടിക്കുക, അതുണ്ടാവൂല. ഇവിടെയും സുഖിക്കുക, പരലോകത്തും സുഖിക്കുക, അതുണ്ടാവൂല. 2 കൂടി ഒന്നിച്ചു കൊടുക്കൂല. ഇവിടെ പേടിച്ചാൽ അവിടെ സുഖം, ഇവിടെ പേടി ഇല്ലാണ്ട് ജീവിച്ചാലോ അവിടെ പേടി. എവിടെ? പരലോകത്ത്. നോക്കി നിങ്ങൾ, എന്റെ അടിമകൾക്ക് ഞാൻ ഇഹലോകത്തും പരലോകത്തും 2 കാര്യം ഒന്നിച്ചു കൊടുക്കൂല. ഏത് 2 കാര്യങ്ങള്? 2 പേടിയും 2 നിർഭയത്വവും, 2 പേടിയില്ലായ്മയും. ഇവിടെയും പേടിച്ച് അള്ളാഹിനെ പേടിച്ച് ജീവിക്കുക, പരലോകത്ത് പോയാലോ അവിടെയും പേടി, അതുണ്ടാവൂല. ഇവിടെ അള്ളാഹിനെ പേടി ഇല്ലാതെ ജീവിക്കുക ഒരാൾ തോന്നിയതുപോലെ, അവൻ പരലോകത്തെത്തിയാലോ അവിടെ പേടില്ലാണ്ട് നിൽക്കുക, അതുണ്ടാവൂല. പിന്നെ എന്താ ഉള്ളത്? ഇദാ ഖാഫനി ഫിദ് ദുനിയ, എന്റെ അടിമ എന്നെ പേടിച്ചാൽ അമ്മൻതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് പേടിയില്ലാത്ത അവസ്ഥ കൊടുക്കും. അപ്പൊ ഖിയാമത്ത് നാളിന് പേടിയില്ലാത്ത അവസ്ഥ കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് പേടി ഉണ്ടാകണം. ഇനി നമ്മളെ കുറിച്ച് ആലോചിച്ചാൽ മതി. എനിക്ക് അള്ളാഹിനെ എത്രത്തോളം പേടിയുണ്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്, ആരും ചോദ്യം ചെയ്യാനല്ല. ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യാനല്ല, ഞാൻ എന്നോടും ചോദിക്കുക, നിങ്ങൾ ചോദിക്കുക. നമുക്ക് അള്ളാഹിനെ എത്രത്തോളം പേടിയുണ്ട്? എന്നെ കാട്ടിന് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അള്ളാഹിനെ പേടിക്കാറിന എനിക്ക് പേടിയാന്ന് പറഞ്ഞ മൂലക്കെ ഇരിക്കലല്ലോ എൻ്റെ സംസാരം. അള്ളാഹിനെ പേടിച്ചുകൊണ്ടാണോ ഞാൻ പറയുന്ന ഗീബത്തുകൾ, ഞാൻ പറയുന്ന പരദൂഷണങ്ങൾ, ഞാൻ പറയുന്ന നമീമത്തുകൾ, ഞാൻ സമ്പാദിക്കുന്ന വഴി? എന്തിനേറെ വീട്ടിൽ ചെറിയൊരു ആവശ്യം വന്നാൽ അപ്പോൾ ഉടനെ കൊണ്ടുപോയി മാല പണയം വെച്ചു പലിശക്ക്. അള്ളാഹിനെ പേടിയുണ്ടോ? ഓരോ വിഷയം, ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ഓരോ കാര്യത്തിലും ഇടപെടുമ്പോ അള്ളാഹിനെ പേടിച്ചുകൊണ്ടാണോ? ഞാൻ വസ്ത്രം ധരിക്കുമ്പോ എൻ്റെ നരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം അള്ളാഹിനെ പേടിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോ എനിക്ക് അള്ളാഹിനെ പേടിയുണ്ടോ നമ്മൾ ആലോചിക്കുക. ഇപ്പോ അങ്ങനെ പേടിച്ചാലേ പരലോകത്ത് പേടിയില്ലാതിരിക്കുള്ളൂ. അല്ല ഇവിടെ പേടിയില്ലാതെ തോന്നിയതുപോലെയാണെങ്കിലോ, വൈദാ അമിനനി ഫിദ് ദുനിയ, എന്നെ പേടിയില്ലാതെ ലോകത്ത് ജീവിച്ചാൽ അഖഫ്തുഹു ഫിൽ ആഖിറ, അവന് ഞാൻ പരലോകത്ത് പേടി കൊടുക്കും. അപ്പൊ 2 സ്ഥലത്തും പേടി ഉണ്ടാവൂല, 2 സ്ഥലത്തും നിർഭയത്വം അതും ഉണ്ടാവൂല. ഇവിടെ പേടിയുണ്ടോ അവിടെ നിർഭയത്വം കിട്ടും. അപ്പൊ നമുക്ക് വേണ്ടത് പരലോകത്തെ സമാധാനമാണ്. കാരണം എന്താ? അതാണ് ഏറ്റവും വലുത്. വലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ഇഹലോകത്തേക്കാൾ ഖൈർ പരലോകമാണ്.
അപ്പൊ അതിനുവേണ്ടി സഹോദരന്മാരെ നമ്മൾ പ്രവർത്തിക്കണം. പരലോകത്ത് ആശ്വാസം കിട്ടുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ ചിലത് സൂചിപ്പിച്ചു പോകാം. അത് ചിലതൊക്കെ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമായിരിക്കും. എങ്കിലും നമുക്ക് ഓർമ്മ പുതുക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. ഒരു തണലുമില്ലാത്ത ദിവസം അല്ലാഹു തആല 7 വിഭാഗം ആളുകൾക്ക് തണൽ കൊടുക്കും. ഞാൻ അത് വിശദീകരിക്കല്ല, ചുരുക്കി പറഞ്ഞു പോയാൽ നമുക്ക് കേട്ട കാര്യങ്ങളാണ്. എന്നാലും നമ്മുടെ ഓർമ്മയിൽ അത് വരണം. കാരണം അവിടുത്തെ പ്രയാസത്തിൽ അവർ പേടിക്കണ്ട, അവിടുത്തെ ചൂടിൽ ഇവർ പേടിക്കണ്ട, അവിടുത്തെ ഭീകരാവസ്ഥയിൽ ഇവർ ഭയപ്പെടണ്ട. ഇവർക്ക് അത് തണൽ കൊടുക്കുകയാണ്, ആശ്വാസം കൊടുക്കുകയാണ്. ഇമാമുൻ ആദിൽ, നീതിമാനായ നേതാവ്. ഇമാമ് പറഞ്ഞ ഒരു പള്ളിയിൽ ഇമാമിക്കുന്ന ആൾ എന്നല്ല, സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവൻ. കാരണം അനീതി കാണിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവനുണ്ട്, കഴിവ് അവനുണ്ട്, അവന് കഴിയ അധികാരമുണ്ട്, എന്തു ചെയ്യാം. എന്നിട്ടും നീതി കാണിക്കുന്നു. കുടുംബത്തിൽ, മക്കളിൽ, എല്ലാവരിലും നീതിമാനായ ഒരു ഇമാമ്, നേതൃത്വത്തിലുള്ള ആള്. 2 അള്ളാന്റെ ആരാധനയിൽ മുഴുകി വളർന്ന് ജീവിച്ച യുവാവ്. വയസ്സായി കാലിങ്ങനെ നീട്ടിയിരിക്കുമ്പോ ഇനി കുറച്ചൊക്കെ ഖുർആൻ ഓതാ എന്ന് തോന്നലല്ല. ചെറുപ്പം മുതലേ അള്ളാഹ്ക്കുള്ള ഇബാദത്തിന്, അത് താടിയിലും വസ്ത്രത്തിലും ഖുർആൻ പാരായണത്തിലും ഇബാദത്തിലും പള്ളിയിലെ ജമാഅത്തിലും തഹജ്ജുദിലും എല്ലാ വിഷയത്തിലും. മൂന്നാമത്തെ ആള് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. എൻ്റെ ജനനം, എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ ഖബറ്, എൻ്റെ മയ്യത്ത് കട്ടിലുള്ള യാത്ര, അതെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹിന്റെ കോടതിയിൽ ഞാൻ ചെന്ന് നിൽക്കുന്നത്, അള്ളാഹ് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അള്ളാഹ് ഒരുക്കി വെച്ച ശിക്ഷ, ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവനെ കണ്ണ് കരഞ്ഞാൽ അവനും അള്ളാഹു തആല ഈ ആശ്വാസം കൊടുക്കും. 4ാമത്തെ വിഭാഗം, വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസ്ജിദ്. പള്ളിയുമായി ഹൃദയം ഇണങ്ങിച്ചേർന്ന വ്യക്തികൾ. പള്ളിയുമായി ഇണങ്ങിച്ചേരുക എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നമസ്കാരങ്ങൾ തന്നെ. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിലാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ ദുഹാ നമസ്കാരം പള്ളിയിലാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ദുഹാ നമസ്കാരത്തിൽ ഒരാൾ പള്ളിയിൽ വരികയാണെങ്കിൽ അവന് വലിയ പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. അപ്പൊ പള്ളിയുമായുള്ള ബന്ധം അത് ശക്തമാകുക, പള്ളിയോട് സ്നേഹം തോന്നുക, അതാണ് ഖൽബിന്റെ ബന്ധം എന്ന് പറഞ്ഞാല്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ കുറച്ച് നേരത്തെ പോകണം, വെള്ളിയാഴ്ചയാണ് എനിക്ക് നേരത്തെ അവിടെ എത്തണം, വെള്ളിയാഴ്ചയാണ് ഇന്ന മഹത്വമുണ്ട്, വെള്ളിയാഴ്ചയാണ് ഇന്ന പ്രതിഫലമുണ്ട്. അത് ഖൽബിന്റെ ഒരു ബന്ധമാണ്. ആ ബന്ധം ഉണ്ടാകുമ്പോഴാണ്, അത് ശക്തമാകുമ്പോഴാണ് അതിലേക്കുള്ള നമ്മുടെ ആ വരവിന്റെ വർധനവുണ്ടാകുക. അപ്പോൾ ഇവർക്കും അല്ലാഹു തആല ആശ്വാസം കൊടുക്കും. വറജുലാനി തഹാബ്ബാ ഫില്ലാഹ്. മറ്റൊന്ന്, അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച ആളുകൾ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കണം. എന്നിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാനല്ല, നിങ്ങളിൽ നിന്ന് എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടും അല്ല, ഈ ലോകത്തൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. അവൻ മുസ്ലിമാണ്, ഞാൻ അവനെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് കണ്ടാ സലാം പറയുക, അവൻ്റെ വീട് സന്ദർശിക്കുക, അവനെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുക, അവന് സ്നേഹവും സന്തോഷവും പകരുന്ന സംഗതികൾ ചെയ്തു കൊടുക്കുക. അവൻ മരിച്ചാൽ നമ്മൾ അവൻ്റെ മയ്യത്ത് പോയി സന്ദർശിക്കുക, ആ വ്യക്തിക്ക് വേണ്ടി നമസ്കരിക്കുക, മയ്യത്ത് മറമാടാൻ കൂടെ പോവുക. ഇതൊക്കെ നമ്മുടെ മുസ്ലിമായ സഹോദരനെ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നുണ്ടോ അതിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അവർക്കും അല്ലാഹു തആല ആശ്വാസം കൊടുക്കും. വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഇലാ നഫ്സിഹാ ഖാല ഇന്നി അഖാഫുല്ലാഹ്. നാട്ടിൽ സ്ഥാനമാനമുള്ള എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരൂല, അത്രയ്ക്ക് വലിയ പദവിയിലാണ്. അതേപോലെ വലിയ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ തൻ്റെ ലൈംഗികമായ ഇംഗിതത്തിന് വേണ്ടി ഒരാളെ ക്ഷണിച്ചു. അവൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അള്ളാഹിനെ പേടിയാണ് എന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് മാറി നിന്നാൽ അവനും അല്ലാഹു തആല നാളെ സമാധാനം കൊടുക്കും, ആ തണൽ കൊടുക്കും. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ. ഒരാൾ സ്വതക്ക കൊടുക്കുകയാണ്, ഫഅഖ്ഫാഹാ, അവനത് മറച്ചു വെക്കുന്നു. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ സനഅത് യമീനുഹു. വലതു കൈ കൊണ്ട് കൊടുത്തത് ഇടതു കൈ പോലും അറിയാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ രഹസ്യമായ സ്വതക്ക കൊടുക്കുന്ന ആളുകൾ. അപ്പൊ ഇതിൽ പറഞ്ഞ എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ നമ്മളതൊക്കെ ചെയ്യുക. ഒരപ്പം അവിടെ പറഞ്ഞല്ലോ, ഒരാളെ സ്നേഹിക്കാന്ന് വലിയൊരു പുണ്യമുള്ള കാര്യം. നമ്മളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുക. അവനെ കാണുമ്പോൾ പറയാ, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ വിളിച്ചു പറയും, ഐനൽ മുതഹാബ്ബൂന ബിജലാലി. ഖിയാമത്ത് നാളിലെ ആ പരലോക ദിവസം അങ്ങനെയാണ്. പല കാര്യങ്ങൾക്കും വേണ്ടി അല്ലാഹ് വിളിച്ചു പറയുന്നുണ്ട്, അല്ലാഹ് പലരെയും വിളിക്കുന്നുണ്ട്. അതിലൊരു വിളി എന്താ? ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ മഹത്വം കൊണ്ട് പരസ്പരം സ്നേഹിച്ച ആളുകൾ എവിടെ?
അല്ലേ? ആദർശത്തിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ തമ്മിൽ പരസ്പര സ്നേഹം വേണം. വെറുപ്പല്ല, പകയല്ല, വിദ്വേഷമല്ല, അസൂയയല്ല, പാരയുടെ ചിന്തയല്ല വേണ്ടത്. മറിച്ച് പരസ്പര സ്നേഹം. അല്ലാഹു ചോദിക്കും, അയ്നൽ മുതഹബ്ബൂന ബിജലാലി, എന്നെ സ്നേഹിച്ചവരെവിടെയാ? അൽയൗമ ഉദില്ലുഹും ഫീ ളില്ലി, ഇന്ന് ഞാൻ അവർക്ക് എന്റെ തണൽ കൊടുക്കും. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, ഇന്ന് എന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് അത്തരം ആ സ്നേഹബന്ധം, ഇതിപ്പോ ചെലവില്ലാത്ത സ്നേഹം, ആത്മാർത്ഥത മാത്രം മതി. ഇഖ്ലാസ് വേണം, പുറത്തുള്ള ചിരി മാത്രമല്ല, ആത്മാർത്ഥത വേണം. അതറിയുന്നവൻ അള്ളയാണ്. അപ്പൊ ആ നിലക്കുള്ള സ്നേഹം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു കാര്യമാണ് മൻ അൻവറ മുഅസിറൻ. ഒരാൾ പ്രയാസപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ അടയ്ക്കുന്ന ഒരാൾ കടം വാങ്ങി, 10,000 രൂപ കടം വാങ്ങി, പ്രയാസമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ സമയത്തിന് അത് തരാൻ കഴിയുന്നില്ല. നമുക്കും അറിയാം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാകുമ്പോൾ മൻ അൻവറ മുഅസിറൻ, പ്രയാസപ്പെടുന്ന വ്യക്തിക്ക് സമയം നീട്ടിക്കൊടുത്താൽ, ഔ വദഅ അൻഹു, അതല്ലെങ്കിൽ ആ കടം അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ, അദല്ലഹു അല്ലാഹു ഫീ ളില്ലിഹി, അല്ലാഹ് തന്റെ തണൽ അവന് കൊടുക്കും. അപ്പൊ പരലോകത്ത് ആശ്വാസം കിട്ടുന്ന മറ്റൊരു വിഭാഗം ആരാണ്? നമുക്ക് ആരെങ്കിലും കടം തരാണെങ്കിൽ ബുദ്ധിമുട്ടിയിട്ട് വിഷമിച്ചിട്ടും വന്നിട്ട് പ്രയാസം പറയുമ്പോൾ, സാറല്ല അടുത്ത ആഴ്ച തന്നാൽ മതി, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് നീട്ടിക്കൊടുത്താൽ അത് പരലോകത്തേക്ക് വലിയ ഗുണമാണ്. ഇനി അല്ല നമ്മുടെ കയ്യിൽ അതിന് മാത്രമുള്ള സാമ്പത്തികമായ ശേഷിയും കഴിവൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് ഒഴിവാക്കി കൊടുക്കുകയാണോ, അത് ഏറ്റവും ഹൈർ കൂടിയാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം അഹ്മദിന്റെ ഹദീസിൽ കാണാം, മൻ നഫസ അൻ ഗരീമിഹി, തനിക്കൊരാൾ കടം തരാനുണ്ട്, ഗരീമ് ബാധ്യതയിൽപ്പെട്ടവൻ, അവൻ ഒരാൾ എളുപ്പമുണ്ടാക്കി കൊടുക്കുകയാണ്. എങ്ങനെ എളുപ്പമുണ്ടാക്കി കൊടുക്കുക? ഒന്നുകിൽ ആ കടം ഒഴിവാക്കി കൊടുക്കുക, അല്ലെങ്കിൽ സമയം നീട്ടി കൊടുക്കുക. അത് തന്നെ. അപ്പൊ അവന് നഫസ, അവൻ ആ പ്രയാസം ദൂരീകരിച്ചു, ഔ മഹാ അൻഹു, അല്ലെങ്കിൽ അത് അവൻ ഒഴിവാക്കി കൊടുത്തു. അങ്ങനെ ചെയ്താൽ കാന ഫീ ദില്ലിൽ അർശി യൗമൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാളിൽ അർശിന്റെ ദില്ലിലായിരിക്കും, തണലിലായിരിക്കും എന്ന് ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടും കാണാൻ സാധിക്കും. പരലോകത്ത് നമുക്ക് വലിയ ഗുണം ലഭിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞ വിഷയം. കാരണം ഒരു മുസ്ലിമിന്റെ പ്രയാസത്തിൽ ഇടപെടുക എന്നുള്ളത്, ആ പ്രയാസം നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ കടം കൊടുത്ത ആള് അവൻ പ്രയാസപ്പെടുമ്പോൾ അവൻ നീട്ടി കൊടുക്കാൻ പറയുന്നത്. ഹദീസിൽ കാണാം, പിന്നെ ഒരു വ്യക്തി പരലോകം മരിച്ചിട്ട് അള്ളാഹിന്റെ മുമ്പിൽ വരികയാണ്. ആ വ്യക്തിയുടെ സ്വഭാവം എന്താ? കാന യുദായിനുന്നാസ്, ജനങ്ങൾക്ക് ഇങ്ങനെ കടം കൊടുക്കും. കടം കൊടുക്കൽ സ്വതക്ക പോലെയാണ് കേട്ടോ, കടം കൊടുക്കുന്ന ആൾക്ക്. പക്ഷെ കടം വാങ്ങുന്നവർ ശ്രദ്ധിക്കണം, കടം അപകടമാണ്. എന്ത് കാര്യം വന്നാലും വേഗം പോയിട്ട് കടം വാങ്ങുക, ആ പ്രകൃതം കടം വാങ്ങുന്നവർ ശ്രദ്ധിക്കണം, നിർത്തണം. കൊടുക്കൽ ഇത് വിശ്വാസിയുടെ ബാധ്യതയാണ്. കടം വാങ്ങലോ അത് വലിയ അപകടമുള്ള കാര്യവുമാണ്. അത് വളരെ അനിവാര്യവും അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ കടം വാങ്ങുക. തിരിച്ചു കൊടുക്കാനുള്ള മാർഗം നമ്മുടെ മുമ്പിൽ കണ്ടിട്ട് വേണം വാങ്ങാൻ. കാരണം കടം വലിയൊരു അപകടകരമായ വിഷയമാണ്. അത് വേറെ കുത്തുബിയായത്തിനെ പറയേണ്ടതാണ്, ആ ഭാഗത്തേക്ക് ഇപ്പം നീങ്ങല്ല. അപ്പം ഏതായാലും ഈ വ്യക്തി കടം കൊടുക്കുമ്പോൾ തൻ്റെ ഒരു കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. ആ ദൂതൻ ആ ജോലിക്കാരനോട് പറയും, ആളുകളെ കടക്ക് തിരിച്ചു വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ തരാൻ കഴിയുന്നതാണോ എന്നാ വാങ്ങിക്കോ. ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവനെ പ്രയാസപ്പെടുത്തരുത്, അവനെ ഒഴിവാക്കും. വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. അല്ലാഹ് നമുക്കും വിട്ടുവീഴ്ച ചെയ്ത് തന്നേക്കാം. നമ്മിലുണ്ടാകുന്ന പോരായ്മകൾ, നമ്മിലുള്ള പ്രശ്നങ്ങൾ നാളെ പരലോകത്ത് അത് വിട്ടുവീഴ്ച തന്നേക്കാം. അങ്ങനെ തൻ്റെ ദൂതനെ പറഞ്ഞയക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഫലമ്മാ ഹലക, അദ്ദേഹം മരിച്ച ശേഷം ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം അല്ലാഹു തആല അറിയിക്കുകയാണ്. അല്ലാഹു തആല അവനോട് പറയുന്നു, ഹൽ അമിൽത ഖൈറൻ ഖത്തു, നീ ചെയ്ത നന്മകൾ എന്തൊക്കെയാ, നീ എത്രത്തോളം നന്മ ചെയ്തിട്ടുണ്ട്? അവൻ പറയാണില്ല, ഇല്ല, ഞാൻ അത്ര വലിയ നന്മകളൊന്നും കൂടുതൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇല്ല അന്നഹു കാന ലി ഗുലാം, എനിക്കൊരു ഭൃത്യനുണ്ടായിരുന്നു. വകുൻതു ഉദായിറുന്നാസ്, ഞാൻ ജനങ്ങൾക്ക് കടം കൊടുത്തിരുന്നു. അങ്ങനെ ഇവൻ കടം തിരിച്ചു വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അവനോട് പറയും, ഖുദുമാ തയസ്സർ വത്റുകുമാ അസുർ, ആളുകൾക്ക് തരാൻ സൗകര്യമുള്ളത് വാങ്ങിയാൽ മതി, പ്രയാസമുള്ള ആളുകളെ ഒഴിവാക്കണം എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പൊ അല്ലാഹു തആല അവനോട് പറയാണ്, തഖദ് തജാവസ്തു അൻക, ഞാൻ നിനക്ക് വിട്ടുവെച്ച്, ഞാനും നിനക്ക് എല്ലാം ഒഴിവാക്കി തന്നിരിക്കുന്നു. അതൊരു ആശ്വാസമാണ് പരലോകത്ത്. അപ്പൊ ഈ നിലയ്ക്ക് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്ന ചില കർമ്മങ്ങൾ ഇനി വേറെയുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുതുബകളിൽ സൂചിപ്പിക്കാം. അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ പ്രയാസപ്പെടാൻ പാടില്ല. കാരണം അത് തിരിച്ചുവരവിലുള്ള പോക്കല്ലല്ലോ. ഇപ്പൊ നമ്മുടെ സഹോദരൻ അസ്റഫ് സാഹിബ് ഇന്ന് രാവിലെ മരണപ്പെട്ടു.
എല്ലാവർക്കും അറിയാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു സേവനം എന്ന നിലയ്ക്ക് തന്നെ പലപ്പോഴും അദ്ദേഹം പ്രയാസപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളിലും ഇടപെടാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മദ്രസയിലെ കുട്ടികളൊക്കെ വാഹനത്തിൽ കൊണ്ടുവന്നിരുന്നത് അദ്ദേഹമായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം യാത്രയായി. കുറേ ദിവസങ്ങളായി അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്നു. അതിനെല്ലാം അല്ലാഹു തആല അദ്ദേഹത്തിന് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന് തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗ്ഗ കവാടം അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് തുറന്നു കൊടുക്കുമാറാകട്ടെ. നമ്മൾ അദ്ദേഹത്തോടുള്ള ആ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഭാഗമാണ് നമ്മൾ മയ്യത്ത് വീട്ടിൽ അവിടെ നമ്മൾ എത്തിച്ചേരുക. അതേപോലെ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കെടുക്കുക, വീട്ടുകാരെ സമാധാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് 5 മണിക്കാണ് മയ്യത്ത് എടുക്കുന്നത്. എല്ലാവരും നമ്മൾ സഹോദരന്മാരൊക്കെ അവിടെ എത്തിച്ചേരണം. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം, നമസ്കരിക്കണം. ചിലപ്പോൾ നാളെ ഈ ഒരവസ്ഥ നമുക്കായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഒരു യാത്ര നമ്മുടെ എല്ലാം മുമ്പിൽ വരാനുണ്ട്. അത് കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തൗഹീദിന് ശേഷം, തൗഹീദ് അടിസ്ഥാനമാണ്, അതിനുശേഷം ഒരു മുസ്ലിം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നമസ്കാരം. എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. ഓരോ ദിവസവും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളിലെ ഏറ്റവും വലിയ ഇബാദത്താണ് നമസ്കാരം. ഏത് ഇബാദത്ത് ചെയ്താലും അതിനേക്കാളെല്ലാം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം നമസ്കാരമാണ്. നമ്മളെല്ലാവരും ദിവസം 5 നേരം നമസ്കരിക്കുന്നുണ്ട്. അതിൻ്റെ റുക്നുകളും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും ദിക്റുകളൊക്കെ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ കരുതുന്നു അതെല്ലാം അള്ളാഹു തആല സ്വീകരിക്കുന്നു, അതെല്ലാം നമ്മൾ ചെയ്തതൊക്കെ വളരെ നല്ലതാണ് നമ്മൾ കരുതുന്നു. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ ചില കാര്യങ്ങൾ നമസ്കരിക്കുന്ന ആളിൽ ആവർത്തിച്ചു വരുന്ന ചില തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ നമ്മുടെ നമസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ കുറച്ച് കളയും. ചില തെറ്റുകൾ നമസ്കാരത്തെ തന്നെ ബാത്തിലാക്കും, നമ്മൾ അറിയുന്ന പോലുമില്ല. അപ്പോൾ ആയുസ് ഇങ്ങനെ പോവുകയാണ്, നമസ്കാരം അവിടെ നടക്കുന്നുണ്ട്, അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുമില്ല. ഒരാൾക്ക് ഒരു വിഷയത്തിൻ്റെ ഹുക്കം അറിയില്ല എന്നുള്ളതൊരു മോശമായ കാര്യമോ ന്യൂനതയോ ഒന്നുമല്ല. പക്ഷേ തീരെ അറിയുകയും പഠിക്കുകയും ആലോചിക്കുകയും നോക്കുകയും ചോദിക്കുകയും ഒന്നും ചെയ്യാതെ വെറുതെ അലസമായി നടക്കുക എന്നുള്ളത്, ഒരാളോട് ചോദിക്കൂല, പഠിക്കൂല, എന്താ ചെയ്യണത് ആ ചെയ്ത് അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ അത് തെറ്റായിരിക്കാം. അങ്ങനെ ഒരു ചോദ്യമോ അന്വേഷണമോ പഠനമോ ചിന്തയോ ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ ജീവിച്ച് തോന്നിയ പോലെ നമസ്കരിക്കുകയാണെങ്കിലോ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഏതാനും ചില തെറ്റുകൾ നമസ്കാരത്തിലൊക്കെ നമ്മൾ വന്നു പോകുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷേ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാം. അതിൽ ഒന്ന്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതൈതുമുസ് സ്വലാത്ത്, നിങ്ങൾ നമസ്കരിക്കാൻ വന്നാൽ ഫഅലൈക്കും ബിസ്സകീനത്തി വൽ വഖാർ, നിങ്ങൾ ശാന്തമായി വരണം, അടങ്ങി ഒതുങ്ങി വരണം. അത് പറയാനുള്ള കാരണം എന്താ അറിയൂ? ഇപ്പൊ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു, ഇമാം റുക്കൂയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്, അതല്ലെങ്കിൽ റുക്കൂയിലാണ്. അപ്പൊ ആ റക്അത്ത് തനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പള്ളിയിലൂടെ ഓടി വരുന്ന ആളുകൾ ഓടാൻ പാടില്ല. എന്തേ സംഭവിക്കുള്ളൂ? ആ റക്അത്ത് പോകും, ഇമാമിന്റെ കൂടെ പിന്നെ ആ റക്അത്ത് നമസ്കരിക്കാം, അത്രേ ഉള്ളൂ. ഇമാം അലൈഹിസ്സലാം വീട്ടിൽ കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് നമസ്കരിക്കാം, അത്ര പ്രശ്നം വരുന്നുള്ളൂ. പക്ഷെ അത് വീണ്ടും അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ധൃതി പിടിച്ച് ചിലപ്പോൾ ഒന്നു കൊടുത്തിട്ട് ഇവിടെ ഇമാമ് ആ സൂറത്തിന്റെ അവസാന ഭാഗം ഓതി കേൾക്കുമ്പോൾ ഓടിക്കതച്ച് പള്ളിയുടെ ഉള്ളിലേക്ക് വരുന്ന ആളുകളുണ്ട്. ഇത് ഇവിടെ നല്ല മൊത്തത്തിൽ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ കാണാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. ഒന്നു കൊടുത്തിട്ട് പള്ളിയുടെ ഉള്ളിൽ ഓടാൻ പാടില്ല. ആ പള്ളിയിലേക്കുള്ള വരവ് എങ്ങനെ ആയിരിക്കണം? ശാന്തമായിട്ട് വരണം, അടങ്ങി ഒതുങ്ങി. കാരണം അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാൻ വലിയൊരു ഇബാദത്തിന് വേണ്ടി അള്ളാഹിന്റെ വീട്ടിലേക്ക് വരികയാണ്.
അല്ലേ? നമ്മൾ ഒരാൾ നമ്മളെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വേറെ ആളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഒരു കാര്യപ്പെട്ട ആളാ, അദ്ദേഹം വീട്ടിലിരിക്കുക, നമ്മളങ്ങനെ എങ്ങനെ ചെല്ലുക? ഓടിക്കാതെ ചെല്ലോ? ഇല്ല, ഞാൻ സാദൃശ്യപ്പെടുത്തല്ല. ദുനിയാവിന്റെ കാര്യം അങ്ങനെയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിൽക്കാൻ അവന്റെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അത് അതിൻ്റെതായ ഒരു മര്യാദയാണ്. എന്നിട്ട് അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ഇമാമ് റുക്കൂ നേടിയിട്ടാൽ പിന്നെ അറക്കായത്ത് കിട്ടൂല, വൈകി വന്ന ആൾക്ക്. അപ്പൊ എന്താ വേണ്ടത്? ഫമാ അദ്റക്തും ഫസല്ലു, എന്താണോ ഇമാമിന്റെ കൂടെ കിട്ടിയത് അത് നിങ്ങൾ നമസ്കരിക്കുക. ഒമാ ഫാത്തക്കും ഫാത്തിമു, നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കുകയും ചെയ്യുക. അപ്പൊ അള്ളൊരു ഇളവ് അവിടെ തരുന്നുണ്ട്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓടിക്കതച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നുകൂടി സൂചിപ്പിക്കാം, ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുതുബകളിൽ പറയാം. അതായത് ഇമാമ് റുക്കൂയിൽ നിൽക്കുക, ആ റുക്കൂയിൽ ഇമാമിന്റെ കൂടെ ചേർന്നാൽ നമുക്ക് ആ റക്അത്ത് കിട്ടും. അങ്ങനെയുള്ള നിയമം. ഒരാൾ ഇമാമിന്റെ കൂടെ ഇമാം റുക്കൂയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് ഇമാമിന്റെ കൂടെ റുക്കൂയിൽ ചേർന്നാൽ വൈകി വന്ന ആൾക്ക് ആ റക്അത്ത് കിട്ടും. ചില ആളുകൾ വൈകി വന്നിട്ട് ആ റക്അത്ത് നഷ്ടപ്പെട്ടേക്കുമോ എന്നുള്ള പേടി കാരണം ഇമാം റുക്കൂയിലാണെങ്കിൽ നേരെ കൈ കെട്ടിയിട്ട് അല്ലാഹു അക്ബർ റുക്കൂയിൽ കടന്നു പോകും. അവൻ ആദ്യത്തെ പണിയുടെ റുക്കൂആ. ഇങ്ങനെ സംഗതി ചെയ്താൽ ചില പണ്ഡിതന്മാർ പറഞ്ഞ നിസ്കാരം തന്നെ ബാത്തിലാവുന്ന. കാരണം എന്താ? അവൻ ആദ്യം ചെയ്യേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. നിർത്ത അവിടെ വരണം. പക്ഷെ കൂടുതൽ നിൽക്കേണ്ട കാരണം ഇമാം റുക്കൂയിലാണ്. കൈ ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണം, റുക്കൂയിലേക്ക് പോകണം. ഇതില്ലാതെ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കൂക്കാണ് പോയാൽ അവർ തക്ബീറത്തുൽ ഇഹ്റാം അവിടെ വന്നിട്ടില്ല. നമസ്കാരം തന്നെ ബാത്തിലായി പോകുന്ന അവസ്ഥ. പിന്നെ പണ്ഡിതന്മാർ പല അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുതുബകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയാതെ നമ്മിൽ വന്നുപോയ തിന്മകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കർമ്മങ്ങളിൽ വന്നുപോയ വീഴ്ചകളും അല്ലാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ അഷ്റഫ് സാഹിബിന്റെ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗം കണ്ടു കിടക്കുന്ന ഖബർ വിശാലമാകുന്ന ആ ഒരു നല്ല അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين. صلى الله